എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റിനെ കുറിച്ചാണ്. അതായത് ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ കേസിൽ നമുക്ക് അതിൻ്റെ കൺവെർജൻസും ഡൈവർജൻസും എങ്ങനെ നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ചെയ്യാമെന്നുള്ളൊരു കാര്യം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്താണെന്നും അതിൻ്റെ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം അതിൻ്റെ കൂടെ തന്നെ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x⁴p dx വരുന്ന ഇൻ്റഗ്രൽ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാകും. അതുകൊണ്ട് ആ ഒരു വീഡിയോ കാണാനുള്ള ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ എൻഡിലും കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ലെറ്റ് എഫ് ആൻഡ് ജി ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ കോമ ഓപ്പൺ ഇൻഫിനിറ്റി വിത്ത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. ദെൻ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവെർജസ് ഇഫ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവെർജസ്. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് ഡൈവർജസ് ഇഫ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡൈവർജസ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് എഫും ജിയും എന്ന് പറഞ്ഞ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട്. ആ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈ ഒരു ഇൻ്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ് എഫും ജിയും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷൻസും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഈ ഒരു കണ്ടീഷൻ എയിനേക്കാളും വലിയ ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും സാറ്റിസ്ഫൈഡും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഫസ്റ്റത്തെ ഈ ഒരു എ എന്ന് പറഞ്ഞൊരു കേസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് തന്നിരിക്കുന്ന ഈ ഒരു വലിയൊരു ഫംഗ്ഷൻ ആയിട്ടുള്ള ജി ഓഫ് എക്സ്, ആ ഒരു ഫംഗ്ഷൻ കൺവെർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒന്നാമതെടുത്തിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും കൺവെർജ് ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് അത് ഡൈവർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കൺവെർജ് അല്ല ഡൈവർജാണ് ചെയ്യുന്നത്, ചെറിയൊരു ഫംഗ്ഷൻ ഡൈവർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഡൈവർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വലിയൊരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും ഡൈവർജ് ചെയ്യും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമുക്ക് 2-3 എക്സാമ്പിൾ ചെയ്തു നോക്കാം. എക്സാമ്പിൾ ചെയ്യുമ്പം എങ്ങനെയാണ് ഈ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാമെന്നും അത് വെച്ച് ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി sin²x/x² dx ആണ്. ഈ ഒരു ഇൻ്റഗ്രൽ കൺവെർജ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ഡൈവർജ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പം തന്നെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് വേണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു എഫ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് sin²x/x² എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജി ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ എഫ് ഓഫ് എക്സുമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കണം അത്. അതുകൊണ്ട് ആ ഒരു ഫംഗ്ഷന് നമുക്ക് എഫ് ഓഫ് എക്സ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കഴിയും. ഇവിടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് sin²x എടുക്കാം, അതായത് ഈ ഒരു ന്യൂമറായിട്ടുള്ള പാർട്ട്. sin²xൻ്റെ ഗ്രാഫ് ബൗണ്ടഡ് ആണ്. സോ അതിൻ്റെ ഗ്രാഫ് ഈ ഒരു വിധത്തിലാണ് വരിക. 0 തൊട്ട് 1 വരെയാണ് അതിൻ്റെ ബൗണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin²x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇവിടെ നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin²x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു പാർട്ടിൽ 1/x² വെച്ച് നമുക്ക് എല്ലാ പാർട്ടും നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin²x/x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/x² എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇവിടെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എഫ് ഓഫ് എക്സ് തന്നെയാണ്. ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ജി ഓഫ് എക്സ് ആയിട്ട് കോൺസിഡർ ചെയ്യാം. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം sin²x/x² എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/x²നേക്കാളും ചെറുതാണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ജി ഓഫ് എക്സിനെക്കാളും ചെറുതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയും. അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 1/x² കൺവെർജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. അതിൻ്റെ കൺവെർജൻസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x² dx കൺവെർജൻസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x⁴p dx കൺവെർജ് ചെയ്യും പിയുടെ വാല്യൂ ഒന്നിനേക്കാളും വലുതാകുമ്പോൾ. അതുപോലെ തന്നെ ഡൈവർജ് ചെയ്യും പിയുടെ വാല്യൂ ഒന്നിനേക്കാളും ചെറുതാകുമ്പോൾ. ഇവിടെ പി ആയിട്ട് വരുന്നത് 2 ആണ്, 2 ഒന്നിനേക്കാളും വലുതാണ്. അതുകൊണ്ട് ഈ ഒരു ഇൻ്റഗ്രൽ മൊത്തം കൺവെർജിങ് ആണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഇൻ്റഗ്രലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തപ്പം 1 ടു ഇൻഫിനിറ്റി 1/x² dx കൺവെർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതായത് വലിയൊരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കൺവെർജ് ചെയ്യുന്നത് കൊണ്ട് ചെറിയൊരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും കൺവെർജിങ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഷൻ പറയാൻ പറ്റും നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി sin²x/x² dx എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ അഥവാ അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ അത് കൺവെർജിങ് ആണ്. അപ്പോൾ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം.
ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/√x² മൈനസ് 0.1 dx. സോ ഇത് കൺവർജിങ് ആണോ ഡൈവർജിങ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് f(x) ആയിട്ട് 1/√x² മൈനസ് 0.1ഉം അതുപോലെ തന്നെ g(x) ആയിട്ട് 1/x നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ വരുന്ന ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ f(x) നമുക്ക് കിട്ടി, പക്ഷേ f(x)ആയിട്ട് കമ്പയർ ചെയ്യേണ്ട g(x) എങ്ങനെ കിട്ടുമെന്നോ. g(x) മിക്ക കേസിലും ഭൂരിഭാഗം കേസിലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു f(x) എടുക്കുക, അതിനുശേഷം അതിൻ്റെ ഡിനോമിനേറ്ററിൽ പോളിനോമിയലാണ് വരുന്നതെങ്കിൽ ആ പോളിനോമിയലിൻ്റെ മാക്സിമം പവർ എടുക്കുക. ഇവിടെ x² ആണ് വരുന്നത്, ആ പവർ കൊടുക്കുക. അതുപോലെ തന്നെ റൂട്ട് വരുന്നുണ്ടെങ്കിൽ ആ റൂട്ടിന് കോൺസിഡർ ചെയ്യുക. അതായത് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് എങ്ങനെ എഴുതാൻ വെച്ച് കഴിഞ്ഞാൽ 1/√x² എന്ന് വെച്ചിട്ട് എഴുതാം. കാരണം റൂട്ട് വിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പോളിനോമിയലിൻ്റെ ഏറ്റവും വലിയ പവർ വരുന്ന എക്സിൻ്റെ ടേമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/x എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു വിധത്തിൽ നമുക്ക് g(x) കണ്ടുപിടിക്കാം. ഇത് എല്ലാ കേസിലും ട്രൂ അല്ല, പക്ഷേ മിക്ക കേസിലും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 1/x എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അത് 1/√x² മൈനസ് 0.1നേക്കാളും അപ്പോഴും ചെറുതായിരിക്കും. സോ ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സിന് കുറച്ച് വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് തന്നെ ഇട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ f(x) ആയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ഫംഗ്ഷനാണ്, അതുപോലെ തന്നെ g(x) ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷനാണ്. നേരത്തെ ഡെഫിനിഷനിൽ f(x)ഉം g(x)ഉം എടുത്തു തരാം. f(x) എന്ന് വെച്ച് കഴിഞ്ഞാൽ g(x)നേക്കാളും ചെറുതായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ g(x) f(x)നേക്കാളും ചെറുതായിട്ട് വന്നിട്ടുണ്ട്. സോ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ആ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ നേരെ തിരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് f(x) ആയിട്ട് അല്ല നമ്മളിത് എടുക്കുന്നത്, g(x) ആയിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ തിയറത്തിലുള്ളതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഒന്നുമില്ല, നമ്മൾ f(x)ഉം g(x)ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എടുത്തതേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ള കൺഫ്യൂഷനും ഇവിടെ വരാനില്ല. സോ ഇവിടെ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായാൽ മതി. അതായത് ഈ ചെറിയൊരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x dx അത് ഡൈവർജിങ് ആണെന്ന് നമുക്ക് ഈ ഒരു ടെസ്റ്റ് പ്രകാരം, അതായത് ഈ ഒരു കണ്ടീഷൻ പ്രകാരം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. കാരണം പിയുടെ വാല്യൂ വരുന്നത് എന്താണ്? 1 ആണ് ഇവിടെ വരുന്നത്. 1 ആയിക്കഴിഞ്ഞാൽ, അതായത് പിയുടെ വാല്യൂ 1 ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോമാറ്റിൽ വരുന്ന ആൾക്കാർ ഡൈവേർജ് ചെയ്യും. അപ്പോൾ ചെറിയ ആൾ ഡൈവർജിങ് ആണെന്ന് നമുക്ക് കിട്ടി. ചെറിയ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ആ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഡൈവർജിങ് ആണെന്ന് കിട്ടി. അതുകൊണ്ട് വലിയൊരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂം ഡൈവർജിങ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്ന കൺക്ലൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ 1 ടു ഇൻഫിനിറ്റി 1/√x² മൈനസ് 0.1 ഡൈവർജിങ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇൻ്റഗ്രൽ 0 ടു π/2 cos(x)/√x dx ഇത് കൺവെർജ് ചെയ്യുന്നുണ്ടോ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് cos(x) എടുക്കാം. cos(x) ബൗണ്ടഡ് ആണെന്ന് നമുക്കറിയാം. -1ഉം 1ഉം ആണ് അതിൻ്റെ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു പാർട്ട് മാത്രം എടുക്കാം, അതായത് cos(x) < 1. ഇവിടെ അതിനുശേഷം 1/√x വെച്ച് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് cos(x/√x < 1/√x എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ ഇവിടെ നമുക്ക് f(x)ഉം g(x)ഉം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് മനസ്സിലായി വലിയൊരു ഫംഗ്ഷനാണ് 1/√x. ഇത് കൺവെർജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ ചെയ്തതിൽ മിക്ക കേസിലും വന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ ഫോമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x⁻p dx ഫോമാറ്റിലാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തേതിൽ 1 ടു ഇൻഫിനിറ്റി ആണ് വന്നത്, പക്ഷേ ഇവിടെ 1 ടു π/2 ആണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടെസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആ ഒരു കേസിൽ നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്കിവിടെ ഇൻ്റഗ്രൽ 1 ടു π/2 1/√x dx ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻ്റഗ്രേഷനിൽ നമുക്ക് ഈ ഒരു √x എന്ന് പറഞ്ഞ ടേമിനെ ഇതിൻ്റെ മുകളിലേക്ക് എടുക്കാം. അതായത് ഇൻ്റഗ്രൽ 1 ടു π/2 x⁻⁻1/2 dx എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതിന് നമുക്കറിയാവുന്ന ഫോർമുല വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x⁻⁻1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -1/2 പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടും. ഇവിടെ നമുക്ക് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 × √π/2 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ഇതൊന്നുകൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ √2π എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫൈനൽ വാല്യൂ കിട്ടും. സോ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ വാല്യൂ, ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫൈനൈറ്റ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതായത് വലിയൊരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ചെറിയൊരു ഫംഗ്ഷൻ വരുന്ന ആ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. അതായത് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ഇൻ്റഗ്രൽ 1 ടു π/2 cos(x/√x dx കൺവെർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്താണെന്നും അത് വെച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യം നോക്കി. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്താണെന്നും അത് വെച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം.
സോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.